ഹായ്, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് വരുന്നതെങ്കിൽ എൻ്റെ പേര് ആഷ്ന. ഞാൻ ഈ ചാനൽ നിങ്ങൾക്ക് SSLCക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ചാനലാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ അർദ്ധവാർഷിക പരീക്ഷ അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നു പല ചാനലുകളിലും കണ്ടു. പല സ്റ്റുഡൻസും എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചു പറഞ്ഞു ഡിസംബർ 1 ക്ലാസ് തുടങ്ങുകയാണ്, എക്സാംസിന് വേണ്ടിയിട്ട് സ്കൂളിലേക്ക് ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട്, സ്കൂളിൽ വെച്ചാണ് എക്സാംസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യം എടുത്ത് നോക്കിയാലും അറിയാം, ആദ്യം നമ്മൾ പറയും, അത് പിന്നീട് മാറ്റി പറയേണ്ട ഒരു അവസ്ഥയാണ്. കാരണം ഈ ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ മുൻപ് എടുത്ത തീരുമാനങ്ങൾ മാറ്റപ്പെടാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചാനലിൽ പുതിയ അപ്ഡേറ്റുകൾ, നിങ്ങളുടെ എക്സാംസ് റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസിന്റെ അല്ലെങ്കിൽ സ്കൂൾ ഓപ്പണിങ്ങിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് ഒന്നും നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാത്തത്. കാരണം 2 ദിവസം മുമ്പ് പറയും നിങ്ങൾക്ക് ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും, സ്കൂളുകൾ തുറക്കാൻ പോവുകയാണെന്നൊക്കെ പറയും. പിന്നീട് പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ ദിവസം കഴിഞ്ഞിട്ടൊക്കെ സ്കൂൾ ചിലപ്പോൾ തുറന്നിട്ടുണ്ടാവില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, അതായത് അത് നടത്തും എന്നുള്ള ഒരു ഇൻഫർമേഷൻ ഇല്ലാതെ നമ്മളുടെ ചാനലിൽ ഒന്നും അപ്ഡേറ്റ് ചെയ്യേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചതായിരുന്നു. അപ്പൊ ഇപ്പൊ ഞാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ പല സ്റ്റുഡൻസും പറഞ്ഞു അവർക്ക് സ്കൂളിൽ നിന്നൊക്കെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഡിസംബർ 1 എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാണ്. സെപ്റ്റംബർ മുതൽ ഈ ഒരു ഒക്ടോബർ, നവംബർ വരെയുള്ള ആ ഒരു 3 മന്തിന്റെ എക്സാംസ്, ആ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണോ അതിന്റെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണെന്ന് കണ്ടു. അപ്പൊ പലരും പറഞ്ഞു, പലരും പഠിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേങ്കിൽ എക്സാംസിന് വേണ്ടിയിട്ട് നമ്മളൊരു ഒരുക്കം ഉണ്ടാവും അല്ലെ. അപ്പൊ ഒരു 10 ഡേയ്സ് നിങ്ങൾക്ക് ഇന്നിപ്പോ 22 ആയി. അപ്പം ഒരു 10 ഡേയ്സ് 9 ഡേയ്സ് ഒക്കെ നിങ്ങൾക്ക് എക്സാംസിനുള്ളൂ. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിച്ചു തീർക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു ധാരണ ഉണ്ടാക്കുക. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു നമ്മൾ ഓൾറെഡി എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഓരോ സെമിസ്റ്ററിലും അല്ലെങ്കിൽ ഓരോ ടേമിലും, ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം ആയി. ഇപ്പം സെക്കൻഡ് ടൈമിൽ എന്തൊക്കെ പഠിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു. എന്നാലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്, പുതിയ കുട്ടികൾ ഉണ്ടാവും, അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ മലയാളത്തിൽ നിങ്ങൾക്ക് സെപ്റ്റംബർ മുതലുള്ള ചാപ്റ്റേഴ്സ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബറിലത്തെ സാധാരണ ഡിസംബർ കഴിഞ്ഞിട്ട് ഡിസംബർ പകുതിയൊക്കെ ആയിട്ടാണ് ക്രിസ്മസ് എക്സാംസ്, ക്രിസ്മസിനോടനുബന്ധിച്ചാണ് എക്സാംസ് നടത്താറ്. ഇത്തവണ പക്ഷെ പലർക്കും ഡിസംബർ 1 തന്നെ എക്സാം ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പൊ ഡിസംബറിലെ പോർഷൻസ് കട്ട് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾക്കൊരു സ്കീം ഓഫ് വർക്ക് എന്ന് പറഞ്ഞിട്ട് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ഇത്ര ടൈമിൽ ഇത്ര കാര്യങ്ങൾ പഠിപ്പിച്ച് തീർക്കണം, ഈ ഒരു മാസത്തിൽ ഇത്ര ചാപ്റ്റേഴ്സ് പഠിപ്പിച്ച് തീർക്കണം എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് ഒരു ഇത് ഇറക്കിയിട്ടുണ്ടല്ലേ, അതിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പം A+ എഡ്യൂക്കേറിലൊക്കെ ഉണ്ട് സ്കീം ഓഫ് വർക്ക് എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻഡേർഡ് 10ന്റെ. അപ്പൊ അതിൽ കേരള പാഠാവലി അല്ലെങ്കിൽ മലയാളത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സെപ്റ്റംബറിലും ഒക്ടോബറിലും നവംബറിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ സംഘർഷങ്ങൾ സങ്കീർത്തനങ്ങൾ എന്ന് പറഞ്ഞതില് പ്രലോഭനം എന്ന് പറഞ്ഞ ചാപ്റ്റർ, 2ാമത്തെ ചാപ്റ്റർ യുദ്ധത്തിന്റെ പരിണാമം, 3ാമത്തെ ചാപ്റ്റർ ആത്മാവിന്റെ വെളിപാടുകൾ, 4ാമത്തത് അക്കർമാഷി, 5ാമത്തത് ഞാൻ കഥാകാരനായ കഥ. ഇത്രയും കാര്യങ്ങളാണ് നവംബർ വരെ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനുള്ളത്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കൂളുകളിൽ എത്രമാത്രം ചാപ്റ്റേഴ്സ് എടുത്ത് തീർത്തിട്ടുണ്ടോ, മലയാളമാണെങ്കിൽ മലയാളം ഇത്രമാത്രം ചാപ്റ്റേഴ്സ് എടുത്ത് തീർത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേര് എഴുതി വെക്കുക, അല്ലെങ്കിൽ ചാപ്റ്ററിന്റെ നമ്പർ എങ്കിലും എഴുതി വെക്കുക, ഇത്ര ചാപ്റ്റേഴ്സ് ആണ് എനിക്ക് കവർ ചെയ്യേണ്ടതെന്ന്. അപ്പൊ നിങ്ങൾക്കൊരു ഏകദേശ ധാരണ കിട്ടും. അങ്ങനെ ഓരോ സബ്ജക്റ്റിന്റെയും ചെയ്യാം കേട്ടോ. ഇതിപ്പോ മലയാളമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി അടിസ്ഥാന പാഠാവലി എന്ന് പറഞ്ഞിട്ടുള്ളതിൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബറിൽ നിങ്ങൾ പഠിക്കേണ്ടത് കോഴിയും കിഴവിയും, ശ്രീനാരായണ ഗുരു, പത്രനീതി എന്നുള്ള ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ ഡിസംബറിൽ ഇതിൽ പറയുന്നത് പണയം എന്ന് പറഞ്ഞ ചാപ്റ്റേഴ്സ് കൂടി ഉണ്ട്. അപ്പം അത് എത്രമാത്രം ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് എടുത്തിരിക്കുന്നത് അത്രമാത്രം ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത് കേട്ടോ. ഈ ലിസ്റ്റ് ഉണ്ടാക്കുന്നതിന് ജസ്റ്റ് ഒരു 1/2 മണിക്കൂർ മാത്രമേ എടുക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടും എന്തൊക്കെ പഠിക്കണം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ്. പിന്നീട് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചാപ്റ്റർ ഏതാണെന്ന് വെച്ചാല് ഇംഗ്ലീഷ് ആണല്ലേ. ഇംഗ്ലീഷിൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബറിൽ പഠിക്കാനുള്ള യൂണിറ്റ് 3, യൂണിറ്റ് 4 ആണ് ഇംഗ്ലീഷിൽ പഠിക്കാനുള്ളത്. ഇതിൽ കൊടുത്തിരിക്കുന്നതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ടോ അത് എഴുതാം. പിന്നീടുള്ളത്
അറബിക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് A+ എഡ്യൂക്കെയർ ബ്ലോഗിൽ സ്കീം ഓഫ് വർക്ക് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി ഊർജ്ജതന്ത്രത്തിലാണെങ്കിൽ നിങ്ങൾക്ക് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ വരെ 3, 4, 5 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതായത് വൈദ്യുതകാന്തിക പ്രേരണം, അതിന്റെ ആ പോർഷൻസ്, പിന്നീട് 4ാമത്തെ ചാപ്റ്റർ പ്രകാശത്തിന്റെ പ്രതിബന്ധനം, 5ാമത്തെ ചാപ്റ്റർ പ്രകാശത്തിന്റെ അപവർത്തനം. ഇത്രയും കാര്യങ്ങളാണ് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ എന്ന് പറഞ്ഞിട്ടുള്ള ആ മാസങ്ങളിൽ പഠിക്കാനുള്ളത്. ചിലപ്പോൾ അതിന് കൂടുതൽ ക്ലാസ് എടുത്തവരുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കണം കേട്ടോ. പിന്നീടുള്ള രസതന്ത്രമാണ്. രസതന്ത്രത്തിലും സെപ്റ്റംബർ, ഒക്ടോബർ, നവംബറിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിപ്പിച്ചിരിക്കുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾ ഒരു ലിസ്റ്റ് ആക്കി മാറ്റും കേട്ടോ. ജീവശാസ്ത്രവും അതേപോലെ തന്നെ സെപ്റ്റംബറിൽ അകറ്റി നിർത്താൻ രോഗങ്ങൾ 4th ചാപ്റ്റർ, 5th ചാപ്റ്റർ, 6th ചാപ്റ്റർ. ഇത്രയും കാര്യങ്ങളാണ് ജീവശാസ്ത്രത്തിൽ, ബയോളജിയിൽ നിങ്ങൾ പഠിക്കാനുള്ളത്. പിന്നീടുള്ളത് സാമൂഹ്യ ശാസ്ത്രം, സോഷ്യലാണ്. അതിൽ സംസ്കാരവും ദേശീയതയും സമരവും സ്വാതന്ത്ര്യവും തുടർച്ചയാണ് ഒക്ടോബറിൽ പഠിപ്പിക്കുന്നത്. രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും. പിന്നീട് നവംബറിൽ അതേ ചാപ്റ്റർ തന്നെയാണ് പഠിക്കുന്നത്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ വരെയുള്ള. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് സാമൂഹ്യശാസ്ത്രം 1 പഠിക്കാനുള്ളത്. അതായത് ജോഗ്രഫിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഭൂതല വിശകലനം, ഭൂപടങ്ങളിലൂടെ പൊതുചെലവും പൊതുവരുമാനവും, ആകാശ കണ്ണുകളും, അറിവിന്റെ വിശകലനവും, ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. അപ്പം ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നതാണ് ഇത് പറയുന്നത് കേട്ടോ. ഗണിതത്തിൽ നിങ്ങൾ 5, 6, 7 ചാപ്റ്റേഴ്സിന്റെ പകുതി വരെയുള്ള, അതായത് 5, 6, 7 ചാപ്റ്ററിന്റെ പകുതി വരെ, തൊടുവരകൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ പകുതി വരെയാണ് നിങ്ങൾക്ക് നവംബർ വരെ ഫില്ല് ചെയ്യാനുള്ളത്. പിന്നീട് IT സെപ്റ്റംബർ, ഒക്ടോബർ, നവംബറിൽ നിങ്ങൾ പഠിക്കാനുള്ള യൂണിറ്റ് 5, യൂണിറ്റ് 6, യൂണിറ്റ് 7, യൂണിറ്റ് 8 എന്ന് അത്രയും കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് ടേമിന് പഠിക്കാനുള്ളത്. അപ്പൊ സെക്കൻഡ് ടേമിന് ആകെ ഇനി ഒരു 9 ഡേയ്സേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഇത് പഠിച്ചു തീർക്കാന്നുള്ളതാണ്. അതാണ് എല്ലാവരുടെയും ക്വസ്റ്റ്യൻസ്. നമ്മൾ ഒരു കാര്യം എന്താണ്, നമ്മൾക്കറിയാം, നമ്മളിപ്പം നല്ല തണുപ്പ് കാലമൊക്കെ ആകുമ്പോൾ പണ്ടൊക്കെ ഞങ്ങളുടെ തറവാട്ടിലെ ഒക്കെ അച്ചാച്ചനൊക്കെ ഉള്ള സമയത്ത് നമ്മളൊക്കെ കൂട്ടിയിട്ട് എന്താണ് വലിയ പറമ്പിൽ പോയിട്ട് ഒരുപാട് ചപ്പുചവറുകളൊക്കെ അതായത് ചപ്പുചവറുകൾ എന്ന് പറയുന്നത് ഇലയൊക്കെ വീണിട്ട് എന്താണ് ഉണങ്ങി കിടക്കും അല്ലെ, ഉണക്ക ഇലകളൊക്കെ എന്താണ് മാവിന്റെ മുകളിലും പ്ലാവിന്റെ മുകളിലും ഒക്കെ വീണെടുക്കും. അപ്പൊ അങ്ങനത്തെ ഒക്കെ കൂട്ടി നമ്മളൊരു കൂമ്പാരം ആക്കിയിട്ട് തീ കൊളുത്തിയിട്ട് ഫസ്റ്റ് ഒക്കെ നല്ല സുഖമായിരിക്കും, നല്ല തണുപ്പിൽ എന്താണ് കുറച്ച് ചൂടൊക്കെ കിട്ടുമ്പോൾ. പക്ഷേ നമ്മുടെ ശരീരം കുറച്ചും കൂടെ ചൂട് ആയി തുടങ്ങിയ ടൈമിൽ നമുക്ക് ആ തീയുടെ അടുത്ത് നിൽക്കാൻ പറ്റില്ല, ഭയങ്കര പൊള്ളുന്ന പോലെ ഫീൽ ചെയ്യാം. അപ്പൊ നമ്മൾ ദൂരേക്ക് പോകും. ഇതേ അവസ്ഥയാണ് എക്സാംസിൻ്റെതും. നമ്മൾ എന്ത് ചെയ്യും, എക്സാംസ് വരുന്നവരെ നമുക്ക് ഒരു കുളിരേക്കോ, എക്സാംസ് വന്നിട്ട് പഠിക്കാം. പക്ഷെ തൊട്ടടുത്ത് എത്തുമ്പം അത് ഭയങ്കര ചൂടായിട്ട് അതിന്റെ അടുത്തേക്ക് എത്താനുള്ള ഒരു, അതായത് അവിടെ ഇരുന്നിട്ട് പഠിക്കാന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിടെ നിൽക്കാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഇതേ അവസ്ഥയിലായിരിക്കും നിങ്ങൾ എല്ലാവരും. സ്കൂളില്ലാത്തത് കൊണ്ട് വളരെ എൻജോയ് ചെയ്തിട്ടായിരിക്കും വീട്ടിലൊക്കെ ഓരോ ദിവസവും നാളെ പഠിക്കാം എന്നൊക്കെ കരുതുന്നുണ്ടാകും. ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നതല്ല, പലർക്കും നല്ല വർക്ക് ഉണ്ട്, സ്കൂളുകളിൽ നിന്ന് നോട്ടൊക്കെ എഴുതാനുണ്ടെന്ന് അറിയാം. ടൈം നിങ്ങൾക്ക് ഒട്ടും കിട്ടുന്നില്ല റിലാക്സ് ചെയ്യാൻ, ഫ്രണ്ട്സിന്റെ കൂടെ പോലും റിലാക്സ് ചെയ്യാൻ ടൈം കിട്ടുന്നില്ല എന്നറിയാം. എന്നാലും ഞാൻ പറയാണ്, എക്സാംസ് പൊതുവെ എല്ലാവരും എക്സാംസിനെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്, അടുത്തെത്തുന്ന വരെ നമ്മൾക്കൊരു തണുപ്പം തഞ്ചായിരിക്കും. പക്ഷെങ്കിൽ ആ ഒരു സ്റ്റഡി ടൈം എന്താണ്, അടുത്തടുത്ത എക്സാം വരുന്നതിനനുസരിച്ച് നമ്മുടെ ഹൃദയമിടിപ്പ് കൂടി വരും. അപ്പൊ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ട്രൈ ചെയ്യും അല്ലെ. അപ്പം ഇന്ന് മുതൽ നോക്കുകയാണെങ്കിൽ ഇന്നിപ്പം എന്താണ് 2-3 മണിക്കൂറും കൂടെ നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പം ഇന്ന് മുതലുള്ള ഒരു ടൈം ടേബിൾ നിങ്ങൾ സെറ്റ് ചെയ്യുക, സ്റ്റഡി ടൈം ടേബിൾ. അതായത് പഠിക്കാൻ വേണ്ടിയിട്ട് എത്ര പോർഷൻസ് ഉണ്ട് എന്നുള്ളത് ആദ്യം സെറ്റ് ചെയ്യുക. അതിനുശേഷം എത്ര മണിക്കൂർ വെച്ചിട്ട് നിങ്ങൾ പഠിക്കണം എന്നുള്ളത് സെറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ ആദ്യം തന്നെ നിങ്ങളടുത്ത് പറയുന്നത്, എൻ്റെ ഒരു 10 ഡേയ്സ് നിങ്ങൾ സ്കൂളിൽ നിന്ന് തരുന്ന നോട്ട് എഴുത്തല്ലാതെ ബാക്കി കാര്യങ്ങളൊക്കെ പെൻഡിങ് വെച്ചോളൂ, കുഴപ്പമില്ല. അത്രയും കാര്യങ്ങൾ പെൻഡിങ് വെക്കാം. എന്താണ്, പലരും വിക്ടേഴ്സ് ചാനലൊന്നും ഇപ്പൊ കാണാറില്ല, പലരും സ്കിപ്പ് ചെയ്യാറുണ്ട്. അങ്ങനത്തെ കുറെ വിഷമങ്ങളൊക്കെ പലരും എന്നോട് എന്താണ് ചാറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അവരോടും കൂടെ പറയാണ്, അതൊന്നും പ്രശ്നമാക്കേണ്ട, വിഷമിക്കേണ്ട, എല്ലാം സെറ്റ് ആവും. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇപ്പം ചെയ്യേണ്ടത് എക്സാംസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എക്സാംസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെയിലി ഉള്ള ക്ലാസ്സുകളൊക്കെ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. ഇതുവരെ പഠിക്കാൻ
പഠിക്കാനുള്ള കാര്യങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് ടൈം ഡിവൈഡ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. ബാക്കിയെല്ലാം ഓൺലൈൻ ക്ലാസ്സുകളൊക്കെയാണ്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ്. അതൊക്കെ സേവ് ചെയ്ത് വെക്കുക, ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നവർ ഡൗൺലോഡ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പം ഇന്ന് മുതൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സാംസിന് പഠിക്കേണ്ട ചാപ്റ്റേഴ്സിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എത്ര മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു ഏകദേശ ധാരണ നിങ്ങൾ ഉണ്ടാക്കുക. ഇപ്പൊ ഇനി ഒരു 6 മണിക്കൂർ, ഇതുവരെ നിങ്ങൾ ചിലപ്പോൾ 10 മണിക്കൂറൊക്കെ കിടന്നുറങ്ങുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഒരു 6 മണിക്കൂർ ഉറങ്ങിയാൽ മതി ഇനി മുതൽ. അതായത് എക്സാംസ് കഴിയുന്നത് വരെ നിങ്ങൾ കുറച്ചും കൂടെ സാക്രിഫൈസ് ചെയ്താലേ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 6 മണിക്കൂർ ഉറങ്ങുകയും ഒരു 2 മണിക്കൂർ ടോട്ടലായിട്ട്, അതായത് ഒരു ദിവസത്തിൽ ടോട്ടലായിട്ട് 2 മണിക്കൂർ മാത്രം നിങ്ങൾ ബാക്കി വർക്കിനൊക്കെ ചെയ്യാം. അതായത് ഫുഡ് കഴിക്കുക, നിങ്ങളുടെ ഡെയിലി റുട്ടീൻസ്, അതായത് ബാത്തിങ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് റിലാക്സ് ചെയ്യുന്നതൊക്കെ ടൈം കുറച്ചും കൂടി ചുരുക്കിയിട്ട് ഒരു 2 മണിക്കൂർ മാത്രമാക്കി മാറ്റും. അപ്പോൾ 8 hours അങ്ങനെ പോയി. ബാക്കി നിങ്ങളുടെ കയ്യിൽ 16 മണിക്കൂറുണ്ട്. ഈ 16 മണിക്കൂറിനെ ഡിവൈഡ് ചെയ്യുക. എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാണ്ടോ അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 16 മണിക്കൂറിൽ ഒരു 15 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക്, ബാക്കി 1 മണിക്കൂർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ 16 മണിക്കൂറിൻ്റെ ഇടയ്ക്ക് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് നിങ്ങൾ ഓരോ ബ്രേക്ക് എടുക്കണം. 1 hour കഴിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു 15 മണിക്കൂർ നിങ്ങളുടെ കൈകളിൽ ഉണ്ടാവും. അപ്പോൾ ഈ 15 മണിക്കൂറിനെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്കിപ്പം മലയാളം സെക്കൻഡ്, ഇംഗ്ലീഷ്, ഹിന്ദി, അങ്ങനത്തെ 4 ലാംഗ്വേജ് സബ്ജക്റ്റ് ഉണ്ട് അല്ലേ, ലാംഗ്വേജ് സബ്ജക്റ്റ് ഒക്കെ. ബാക്കി ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, ജോഗ്രഫി, സോഷ്യൽ സയൻസ്, മാത്തമാറ്റിക്സ് അല്ലേ. അപ്പം എത്രയായി? 6 4 10 സബ്ജക്റ്റ് പഠിക്കാനുണ്ട് നിങ്ങൾക്ക്. ഈ 10 സബ്ജക്റ്റിന് എത്ര ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്? 3 4 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. 3 4 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു 10 ദിവസം കൊണ്ട് എങ്ങനെയാണ് ഈ 10 സബ്ജക്റ്റിന്റെ 3 4 സബ്ജക്റ്റ് പഠിക്കാന്ന് പറഞ്ഞാൽ, ടോട്ടൽ നിങ്ങൾ കൂട്ടി നോക്കുമ്പോൾ ഒരു 40 ചാപ്റ്റർ എങ്കിലും പഠിക്കാനുണ്ടാവും അല്ലെ. 10 സബ്ജക്റ്റ് ഉണ്ട്, 4 ചാപ്റ്റേഴ്സ് വെച്ചിട്ട് 40 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് കവർ ചെയ്യേണ്ടതായിട്ട് ഈ 9 ദിവസം എടുക്കും. അപ്പം എങ്ങനെയാണ്? 4 9 36. അതായത് ദിവസവും 4 മണിക്കൂർ വെച്ചിട്ട്, ദിവസവും 10 മണിക്കൂറേ ഉള്ളൂ. അപ്പം 4 സബ്ജക്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കവർ ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് 9 മണിക്കൂറിന്റെ ഓരോ മണിക്കൂർ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാ സബ്ജക്റ്റും ഒരുമിച്ച് സൈമിൾട്ടേനിയസ് ആയിട്ട് തന്നെ പഠിച്ചുകൊണ്ട് പോവുക കേട്ടോ. അപ്പം ഫസ്റ്റ് എൻ്റെ ഒരു ഐഡിയ അങ്ങനെയായിട്ട്, ഞാനൊക്കെ അങ്ങനെയായിരുന്നു എക്സാംസിന് പഠിക്കാതെ. ഒരുപാട് പഠിക്കാൻ പെൻഡിങ് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ചാപ്റ്റേഴ്സും സ്റ്റാർട്ട് ചെയ്യും. എല്ലാ ചാപ്റ്റേഴ്സും ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ട് അടുത്ത ചാപ്റ്റർ പഠിക്കാന്നുള്ളതല്ലായിരുന്നു. എല്ലാ ചാപ്റ്റേഴ്സും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ 9 ദിവസം ഉണ്ടെങ്കിൽ 9 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും കവർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ 9 ദിവസമുണ്ട്. ദിവസവും നിങ്ങൾക്ക് 15 മണിക്കൂർ കിട്ടുന്നുണ്ട്. 15 മണിക്കൂറിൽ 10 സബ്ജക്റ്റിന്റെ പേപ്പറാണ് പഠിക്കാനുള്ളത് അല്ലേ. അപ്പൊ 15 മണിക്കൂർ ദിവസം ഉണ്ടെങ്കിൽ 10 സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 1.5 മണിക്കൂർ ഉണ്ടാവും ഓരോ സബ്ജക്റ്റ് പഠിക്കാൻ. ഓക്കെ, ഓരോ സബ്ജക്റ്റിൽ ഓരോ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു പോകാം. അപ്പം 10 ദിവസം ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് എത്ര പേപ്പർ പഠിച്ചു പോകാം? ഒരു ദിവസം 1.5 മണിക്കൂർ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ പഠിക്കാൻ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഒരു ചാപ്റ്റർ ഏകദേശം പഠിക്കാൻ ഒരു 4-5 മണിക്കൂർ വേണ്ടി വരും അല്ലെ. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? ടൈം സ്പ്ലിറ്റ് ചെയ്തിട്ട് പഠിക്കാൻ ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ട് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മുടെ അനസിനെ പോലെയുള്ള ആളുകൾ പറയും, ചേച്ചി ഇപ്പോൾ ഈ അടുത്ത് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഏതോ മാത്സ് ക്ലാസ് കേൾക്കുന്നത് പോലെ ഉണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് സമയമൊന്നും നിങ്ങളുടെ കയ്യിലില്ല. 10 ദിവസം അല്ലെങ്കിൽ 9 ദിവസം അല്ലെങ്കിൽ 8 ദിവസം മാക്സിമം നിങ്ങളുടെ കയ്യിലുള്ളൂ. ഈ 8 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 40 ചാപ്റ്ററുകൾ പഠിക്കാനുണ്ട് അല്ലെ. 4 ചാപ്റ്റർ ആണ് ഞാൻ കൂട്ടിയത്. ചിലപ്പോൾ ചിലർക്കൊക്കെ 3 ചാപ്റ്ററെ തീർത്തിട്ടുണ്ടാവുള്ളൂ. കഴിഞ്ഞ ഫസ്റ്റ് ടെർമിനൽ എക്സാം കഴിഞ്ഞിട്ട് 3 ചാപ്റ്ററെ എടുത്തിട്ടുണ്ടെങ്കിൽ എത്ര ഉണ്ടാവും? ഒരു 10 സബ്ജക്റ്റ് ആണെങ്കിൽ 10 × 3 എന്ന് പറയുമ്പോൾ 30 ചാപ്റ്റർ പഠിക്കാനുണ്ടാവും. വിചാരിച്ചോ 30 ചാപ്റ്ററും 8 ദിവസമാണ് ആകെ ഉള്ളത്.
അപ്പോൾ ഓരോ ദിവസം എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കണം, എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ ചാപ്റ്റേഴ്സിന്റെ പകുതി ഭാഗമാണ് പകുതി ഭാഗം പഠിക്കുക, അങ്ങനെ കംപ്ലീറ്റ് നിങ്ങളൊരു ഷെഡ്യൂൾ തന്നെ സ്റ്റഡി ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടേതായ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഞാൻ പറ്റുമെങ്കിൽ ഞാൻ എൻ്റെതായ രീതിയിൽ ഒരു ടൈം ടേബിൾ ഞാൻ ഷെഡ്യൂൾ ചെയ്ത് തരാം. പക്ഷെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഐഡിയ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ പഠിക്കാനുള്ള സബ്ജക്റ്റിന്റെ ലിസ്റ്റ് ഉണ്ടാക്കുക. അതിനുശേഷം എന്താണ് ഒരു 15 മണിക്കൂറെങ്കിലും ദിവസവും ഇരുന്ന് പഠിക്കേണ്ടതായിട്ട് വരും. ഇതുവരെ പഠിക്കാത്തവരുടെ കാര്യമാണ് പറയുന്നത്. പഠിച്ചവർക്കാണെങ്കിൽ എന്താണ് ഹാപ്പി ആയിട്ട് ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ടൊക്കെ പഠിക്കാൻ സാധിക്കും. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് A+ എഡ്യൂക്കെയർ ബ്ലോഗ് എടുത്ത് നോക്കിയാൽ അതിൽ അല്ലെങ്കിൽ മറ്റ് ബ്ലോഗുകളൊക്കെ എടുത്ത് നോക്കിയാൽ അതിൽ സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷൻ 2019-20 സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സും ഒക്കെ PDF ആയിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഏകദേശം എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്നാണ് വന്നത്, എത്ര ചാപ്റ്റേഴ്സ് കവർ ചെയ്തെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാവുന്നതാണ്. അതിപ്പം നെഗറ്റീവ് കമന്റ്സ് ആയാലും ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പം യാതൊരു ടെൻഷന്റെ ആവശ്യമില്ല. വെൽ പ്ലാൻഡ് ആണെങ്കിൽ ഒരു 8 ദിവസം ഉണ്ടെങ്കിലും ഇനിയും ഉഴപ്പാതെ, അതായത് എക്സാം ആയല്ലോ എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിച്ചിരിക്കുകയല്ല വേണ്ടത്. ടെൻഷൻ കൊണ്ട് നിങ്ങൾക്ക് ഒരു റിസൾട്ടും കിട്ടാൻ പോകുന്നില്ല. ടെൻഷനൊക്കെ മാറ്റി വെച്ചിട്ട് കിട്ടിയ സമയം എങ്ങനെ യൂട്ടിലൈസ് ചെയ്തിട്ട് നല്ല മാർക്ക് വാങ്ങാം എന്നുള്ളതിനെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതിനനുസരിച്ച് നല്ലൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക, നന്നായിട്ട് പഠിച്ചു തുടങ്ങാം. ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാം കേട്ടോ. പിന്നെ ആണെങ്കിൽ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഒരു സ്റ്റഡി വിത്ത് മീ സ്റ്റാർട്ട് ചെയ്തിരുന്നു, ചാലഞ്ചൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിന്റെ എക്സാംസ് നടത്തണം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പൊ ഇനി നിങ്ങൾക്ക് സെക്കൻഡ് ടെർമിനൽ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾക്ക് ഞാൻ എക്സാം നടത്തുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ്. ഗുഡ് നൈറ്റ്.